APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing യൂണിവേഴ്സിറ്റി തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം. 7ൽ തന്നിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ ആണ്, 8ൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. 7ൽ സിലിണ്ടറിൻ്റെ മുകളിൽ പെൻറ്റഗണൽ പിരമിഡാണ്, 8ൽ സ്ക്വയർ സ്ലാബിൻ്റെ മുകളിൽ കോണാണ്. രണ്ടും സിമ്പിളാണ്, ബട്ട് ഐസോമെട്രിക് വ്യൂ ചോദിച്ചുകൊണ്ട് 7 ആണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ പെൻറ്റഗണൽ പിരമിഡ്, സൈഡ് ഓഫ് ബേസ് 20 mm ആൻഡ് ഹൈറ്റ് 50 mm, which rests centrally with a base on a cylinder of diameter 60 mm and height 40 mm. പറഞ്ഞിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ 7ൽ സ്കെയിൽ ഐസോമെട്രിക് സ്കെയിലിൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8ൽ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം, കാരണം ഐസോമെട്രിക് പ്രൊജക്ഷനാണ്, അതുകൊണ്ട് 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതായത് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ അതിന് മുമ്പേ രണ്ട് സോളിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് പെൻറ്റഗണൽ പിരമിഡാണ്, അടുത്തത് സിലിണ്ടറാണ്. അപ്പോൾ ഇതിൽ ഏതാണ് താഴെ ഏതാണ് മുകൾ, അതാണ് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റ് സെൻട്രലി വിത്ത് എ ബേസ് ഓൺ എ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിൽ ബേസിൽ പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പൊസിഷൻ തന്നിട്ടില്ല, എഡ്ജ് പാരലാണോ പെർപെൻഡിക്കുലറാണോ ഇൻക്ലൈൻ ആണോ തന്നിട്ടില്ല. അപ്പോൾ എഡ്ജ് പാരലോ പെർപെൻഡിക്കുലറോ എക്സ്വലാനായിട്ട് എടുത്തിട്ട് നമുക്ക് പെൻറ്റഗൺ വരയ്ക്കാം. ഓക്കെ, പെൻറ്റഗൺ വരച്ചിട്ട് പെൻറ്റഗണിൻ്റെ സെൻറ്റർ കാണുക, എന്നിട്ട് വേണം സിലിണ്ടറിൻ്റെ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുക. ഇതെന്തായാലും ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കണം, പെൻറ്റഗൺ വന്ന സ്ഥിതിക്ക്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറ്റും. ഈ കേസിൽ എന്തായാലും പെൻറ്റഗൺ വരച്ച് പെൻറ്റഗണിനെ ബോക്സ് ചെയ്യണം. അപ്പോൾ ആൻസർ കീ എടുത്ത് നോക്കുമ്പോൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ഒരു മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ കംപ്ലീറ്റ് പെൻറ്റഗൺ മാത്രമല്ല, പെൻറ്റഗണിൻ്റെ കൂടെ സർക്കിൾ, ഫ്രണ്ട് വ്യൂവിൽ റെക്റ്റാങ്കിളും പിന്നെ പെൻറ്റഗണിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിളും ഇത് വരയ്ക്കാൻ സമയമുണ്ടെങ്കിൽ അത് തന്നെ വരച്ചിട്ട് തന്നെ ചെയ്യാം. കാരണം ഇൻ കേസ് ഐസോമെട്രിക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ്റെ മാർക്ക് കിട്ടും. ഇനി ഒട്ടും സമയമൊന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ, അതായത് ഇനിയിപ്പം എക്സാം തീരാൻ പോവുകയാണ്, ഇനി ഒരു 10-15 മിനിറ്റേ ബാക്കിയുള്ളൂവെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെറും പെൻറ്റഗൺ വരച്ച് അതിനെ മാത്രം ബോക്സ് ചെയ്യാൻ മതി. ബാക്കി ഡിസ്റ്റൻസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ട ആവശ്യമില്ല, ടോപ്പ് വ്യൂ മാത്രം വരച്ച് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്ക്വയറിൻ്റെ മുകളിൽ കോണാണ്, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റും. ബട്ട് സമയമുണ്ടെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റഫായി വരച്ചിട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഫസ്റ്റ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം. അതിന് XY ലൈൻ വരയ്ക്കുന്നു. ആദ്യം പെൻറ്റഗൺ വരയ്ക്കുക, സെൻറ്റർ കാണുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് പെൻറ്റഗൺ വരയ്ക്കാൻ CAD എളുപ്പമാണ്, ബട്ട് മാനുവൽ ഡ്രോയിങ്ങിൽ ബുദ്ധിമുട്ടായിരിക്കും. സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. പിരമിഡിൻ്റെ ബേസ് ABCD നെയിം ചെയ്യാം. അപ്പെക്സ് O, OA OB OC OD ജോയിൻ ചെയ്യാം. mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഹൈറ്റ് 40 ആണ്. പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. പ്രൊജക്റ്റ് ചെയ്യുക. പെൻറ്റഗണിൻ്റെ വൺ ബേസ് എക്സ് ലൈന് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും പാരലായിട്ട് നിയർ ആയിട്ടും എവേ ആയിട്ടൊക്കെ വരയ്ക്കാം. ഒന്നും പ്രോബ്ലം തന്നിട്ടില്ല. പിരമിഡിൻ്റെ ഹൈറ്റ് 50 mm ആണ്. BO ഫേസ് എഡ്ജ് വിസിബിളാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് തിക്ക് ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ലൈനും, അതായത് ഈ E', O', D', O' ഡാഷ് ലൈനായിരിക്കും. നെയിം ചെയ്യാൻ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നെയിം ചെയ്യാം. പെൻറ്റഗണിനെയും സർക്കിളിനെയും ബോക്സ് ചെയ്യണം. ആദ്യം സർക്കിളിനെ നമുക്ക് ബോക്സ് ചെയ്യാം. ഈ ബോക്സിന് 1 2 3 4 എന്ന് കൊടുക്കുന്നു.
ഈ പെൻറ്റഗണിൻ്റെ ബോക്സ് ചെയ്യണം. 5, 6, 7 കൊടുക്കാം, അല്ലെങ്കിൽ PQRS കൊടുക്കാം. ബോട്ടം സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് 1, 2, 3, 4ൻ്റെ റോംബസ് ഇവിടെ വരയ്ക്കുക. ഇത് കാഡില ചെയ്യുന്നത്, കാഡിൽ ഇങ്ങനെ ചെയ്യുന്നത് വേണ്ട. ബേസ് വരച്ച് നേരെ ഹൈറ്റ് കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 3D കിട്ടും. ബട്ട് നമ്മൾ മാനുവലി ഡ്രോയിങ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തിൻ ലൈൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. 1 ഫിക്സ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 1ലൂടെ 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കണം 2 ഡയറക്ഷനിലേക്കും. അതിൻ്റെ ലെങ്ത്ത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. അപ്പോൾ 1/4ൻ്റെ ലെങ്താണ് കിട്ടുക. 1/4ൻ്റെ ലെങ്ത് 60 ആണ്. ആംഗിൾ 30 ആയിരിക്കും. പോയിൻ്റ് 1, ഇത് 4. അതേപോലെ 1 to 30 ഡിഗ്രിയിൽ വരയ്ക്കുക. 60 mm ഈ പോയിൻ്റ് ആയിരിക്കും 2. ഇനി 3 കിട്ടണം. 3 കിട്ടാണ് 1, 2 ആർക്ക് കട്ട് ചെയ്താൽ മതി. 4ൽ നിന്നും 2ൽ നിന്നും, കാരണം ലെങ്ത് സെയിം ആണ്. അല്ലെങ്കിൽ പാരലൈൻസ് വരച്ചിട്ട് റോംബസ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പാരലൈൻ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പോയിൻ്റാണ് 3. ഇത് തന്നെ ഹൈറ്റ് കൊടുക്കുക. 4 സെൻറ്റർ മെത്തേഡ് യൂസ് ഇവിടെ എലിപ്സ് വരയ്ക്കണം. എലിപ്സ് നമുക്ക് അവസാനം വരയ്ക്കാം. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കൊടുക്കുക. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിൻ്റെ സൈസ് 40 ആണ്. അതിന് മുമ്പ് ഒന്ന് ഡയമെൻഷൻ ചെയ്യാം. സർക്കിളിൻ്റെ ഡയമീറ്റർ 60, 20 ആണ് അതിൻ്റെ ഡയമെൻഷൻ. ബേസ് എഡ്ജിൻ്റെ പെൻറ്റഗണിൻ്റെ ഹൈറ്റ് 40, സിലിണ്ടറിൻ്റെ പിരമിഡിൻ്റെ ഹൈറ്റ് 50. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 40 mm ഹൈറ്റിൽ ലൈന് വരയ്ക്കുക, വെർട്ടിക്കൽ ലൈന് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഇതൊക്കെ തിൻ ലൈൻ യൂസ് ചെയ്യുക. അപ്പോൾ മുകളിലത്തെ 4, 1, 2, 3 കിട്ടും. റോംബസ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിൽ 4 സെൻറ്റർ മെത്തേഡ് യൂസ് എലിപ്സ് വരയ്ക്കണം. 1, 2 ടോപ്പിലത്തെ 1, 2, 3, 4ലും ബോട്ടത്തിലെ 1, 2, 3, 4ഉം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം പെൻറ്റഗണൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ആദ്യം ഈ റോംബസ് വരച്ചിട്ട് ഇവിടെ പെൻറ്റഗൺ കണ്ടെത്തിയതിനു ശേഷം താഴോട്ടേക്ക് ഹൈറ്റ് എടുത്ത് സിലിണ്ടർ കാണാം. അപ്പം ഞാനിവിടെ പെൻറ്റഗണൽ പിരമിഡ് അതിൻ്റെ റോംബസ് വരച്ച് പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എലിപ്സ് വരയ്ക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോർഷനാണ് വിസിബിൾ ഇൻവിസിബിൾ എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 1, 2, 3, 4ൻ്റെ ഉള്ളിലത്തെ സ്ക്വയറായ PQRS ഞാൻ നെയിം ചെയ്തില്ല. അപ്പോൾ നെയിം ചെയ്ത് നോക്കാം. ഈ PQRS എന്ന് പറയുന്ന ഈ ഒരു ബോക്സിന് 1, 2, 3, 4ൻ്റെ റോംബസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമുക്ക് മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുത്താൽ മതി. ഈ ലൈൻ നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പോയിൻറ്റ്സ് നമുക്ക് നെയിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ ഈ പോയിൻറ്റിന് L എന്ന് കൊടുക്കുന്നു, ഇതിന് M എന്ന് കൊടുക്കുകയാണ്. അതായത് L എന്ന് പറയുന്ന ലൈൻ ഇവിടെ L തന്നെയാണ്. M എന്ന് പറയുന്ന ലൈൻ, N എന്ന് പറയുന്ന ലൈൻ, O എന്ന് പറയുന്ന ലൈൻ, ഈ 4 ലൈൻസും ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയറിൻ്റെ റോംബസിൻ്റെ ഉള്ളിൽ ഈ പെൻറ്റഗണിനെ ബോക്സ് ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ റോംബസ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് ഡിസ്റ്റൻസൊക്കെ ഡിഫറെൻ്റ് ആണ്, നോക്കി തന്നെ എടുക്കണം. അപ്പോൾ 1 to n ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുക, 1 to n ഡിസ്റ്റൻസ്. ഓക്കെ. എന്നിട്ട് അതിലൂടെ അതേപോലെ 4 to n ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുക, ലൈൻ ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇത് ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, അത് അതേപോലെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 1 to n ഡിസ്റ്റൻസ് 14 mm ആണ് കിട്ടുന്നത്. ആ 14 mm ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു.
അതേപോലെ ഇതും സിമെട്രിക് ആയിരിക്കും. O2 2 അതും 14 തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നു. അതേപോലെ 4L 3L അത് സെയിം ആയിരിക്കും. ബട്ട് 1mm 4L സെയിം ആയിരിക്കില്ല. നമുക്ക് 4Lൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് അതിവിടെ കൊണ്ടുവരാം. നിങ്ങൾ കോമ്പസ് എടുത്താൽ മതി. 16 ആണ് വരുന്നത്. അപ്പോൾ 4 to 1 16mm എടുക്കുക. അതേപോലെ ഇനി M to 1 ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഡയമെൻഷൻ മെഷർ ചെയ്ത് നോക്കണം. M to N 13 ആണ് വരുന്നത്. നമുക്കിതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ലൈനും വരച്ചാൽ മതി. അതായത് കോൺസെൻട്രിക് ആണ്, അതുകൊണ്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ ആയിരിക്കും പെൻറ്റഗണിൻ്റെ സെൻറ്റർ. അപ്പോൾ അതിന് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൈൻ, അതായത് ഈ സെൻറ്റർ ലൈനും ഇവിടെ കാണുന്ന ഈ സെൻറ്റർ ലൈനും വരച്ചാൽ മതി. ഓക്കെ, അത് 4 to ഈ ഒരു പോയിന്റ് ഞാൻ സെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ 4 to സെൻറ്റ് ഡിസ്റ്റൻസ് 30 ആയിരിക്കും. അതേപോലെ ഞാനിവിടെ ഒരു പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലേക്കുള്ള 1 നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 30 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 30 ലൈൻ വരച്ചാൽ മതി. ഒരു ലൈൻ ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് 4-1ൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് 3-2ൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ് ഇതിൻ്റെ സെൻറ്റർ. അതായത് ഈ പോയിൻ്റാണ് പെൻറ്റഗണിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇനി പെൻറ്റഗണിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി അതിന് ഹൈറ്റ് കൊടുക്കാം. അതിന് മുമ്പേ ABCDE ജോയിൻ ചെയ്യണം. ഓക്കെ, ABCD ജോയിൻ മാർക്ക് ചെയ്യേണ്ടത് ഈ PQRSലാണ്. S to A ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് ഇവിടെ കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. S to A ഡിസ്റ്റൻസ് ഇവിടെ 19 കിട്ടിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും R to C ഡിസ്റ്റൻസ്. ഈ പോയിൻ്റാണ് A, ഈ പോയിൻ്റാണ് C. ഇനി B കിട്ടണം. B ഇതിൽ തന്നെയാണ്, PQൽ തന്നെയാണ്. അത് ഈ സെൻറ്റർ ലൈൻ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് B. ഇനി SE ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. SE ഡിസ്റ്റൻസ് 2 സ്ഥലത്ത് എടുക്കുക, കാരണം SEയും DRും സെയിം ആണ്. 6mm ആണ് കിട്ടിയിരിക്കുന്നത്. കോമ്പസ് യൂസ് കട്ട് ചെയ്യുക. ഈ പോയിൻ്റാണ് E, ഈ പോയിൻ്റാണ് D. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും കിട്ടി നെയിം ചെയ്യണം. ABCD കിട്ടി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഹൈറ്റ് 50ൽ O ലൊക്കേറ്റ് ചെയ്യുക. സെൻറ്റർ ലൈൻ യൂസ് ചെയ്തിട്ട് OA OB OC OD ജോയിൻ ചെയ്യുക. OA വിസിബിൾ ആണ്, AE വിസിബിൾ ആണ്, EO വിസിബിൾ ആണ്, OC വിസിബിൾ ആണ്, CB വിസിബിൾ ആണ്, BA വിസിബിൾ ആണ്. ഇനി BOയും വിസിബിൾ ആണ്. ED ആൻഡ് DC ഡാഷ് ലൈനാണ്. അതേപോലെ ഈ DOയും ഡാഷ് ലൈനാണ്. പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞു. ഇനി 2 എലിപ്സ് വരയ്ക്കണം 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ഡയഗണൽ വരയ്ക്കുക. 4-2 ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ 4-3യുടെ മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക്, ഇത് ഓപ്പോസിറ്റ് കോർണർ, ഇതിലേക്ക് തിൻ ലൈൻ വരയ്ക്കുക. ഇതേപോലെ ഇതിൽ നിന്ന് ഇവിടത്തേക്ക് വരയ്ക്കുക. ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്റും വരയ്ക്കണം, അതും സെയിം പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം വരച്ച് ഇവിടെ ഓൾറെഡി കുറേ ലൈൻസ് വരുന്നതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റർ ഈ ലൈൻ ഇവിടെ മീറ്റ് ചെയ്ത് ഇതായിരിക്കും സെൻറ്റർ 2. ഇനി ഇത് സെൻറ്ററായിട്ട് ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ആർക്ക് കിട്ടും, ഇവിടെ ഒരു ആർക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. ഈ പോയിൻ്റ് സെൻറ്റർ ഇത് റേഡിയസിൽ
ഫസ്റ്റ് ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെയും ഇത് സെൻറ്റർ റേഡിയസിൽ ഇവിടെ ആർക്ക് വരച്ചു. ഇനി 1 സെൻറ്ററായിട്ട് 1 ഈ ഡിസ്റ്റൻസ്, ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആർക്ക് റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. അതുപോലെ അപ്പുറത്തും ചെയ്യാം. 4 സെൻറ്ററായിട്ട് ഈ ഉള്ളിൽ കാണുന്ന ഈ പോർഷൻ മാത്രം ഡാഷ്ഡ് കർവായിട്ട് വരയ്ക്കുക. ബാക്കിയൊക്കെ തിക്ക് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഇനി ഇവിടെയും 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കണം. ഡയഗണൽസ് വരയ്ക്കുക. സെൻറ്റേഴ്സ് കണ്ടെത്തി ആർക്ക് വരയ്ക്കുക. ഇതിൽ ഈ ബാക്കിലത്തെ ഈ പോർഷൻസ് ഡാഷ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കണം. ഫ്രണ്ടിൽ കാണുന്നതൊക്കെ തിക്ക് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ബാക്കിലത്തെ ഡാഷ് ലൈൻ കർവിൻ്റെ ടാൻജൻ്റായിട്ട് എൻഡ് ജനറേറ്റേഴ്സ് വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതിന് ഡയമെൻഷൻ ചെയ്യണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. ബാക്കി വരുന്ന 14 മാർക്ക് 7 മാർക്ക് സിലിണ്ടർ ആൻഡ് 7 മാർക്ക് പിരമിഡാണ്. ഇനി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയുടെ കൂടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2+2 4 മാർക്സ് ഇതിന് വരും. 5 മാർക്സ് സിലിണ്ടറിന്, 5 മാർക്സ് പിരമിഡിന്.